സംസ്ഥാനത്ത് മദ്യം സുലഭമായി കിട്ടുമ്പോൾ എങ്ങനെ നാട്ടിൽ മദ്യവർജനം നടപ്പാക്കുമെന്ന് കെ രമ എം.എൽ.എ. കേരള മദ്യനിരോധന സമിതിയുടെ പോഷക സംഘടനയായ വനിതാ മദ്യനിരോധന സമിതി സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.എൽ.എ. ഗാന്ധിഗൃഹം ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങ്. കേരള മദ്യനിരോധന സമിതിയുടെ പോഷക സംഘടനയായ വനിതാ മദ്യനിരോധന സമിതി സംസ്ഥാന വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷൻ കെ രമ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് മദ്യം സുലഭമായി കിട്ടുമ്പോൾ എങ്ങനെ നാട്ടിൽ മദ്യവർജനം നടപ്പിലാക്കുമെന്ന് എം.എൽ.എ. ചോദിച്ചു. മദ്യത്തിനേക്കാളും വലിയ അപകടകാരികളായ മയക്കുമരുന്നുകളും ഇന്ന് സമൂഹത്തിൽ വളരെ സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രയാസവുമില്ലാതെ നമ്മുടെ തലമുറയെ നശിപ്പിച്ചുകൊണ്ട് ഈ രണ്ട് വിപത്തുകളും നിർബാധം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇതിനെ അമർച്ച ചെയ്യേണ്ട സർക്കാരുകൾ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യമായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. പ്രൊഫസർ ഒ.ജെ. ചിന്നമ്മ അധ്യക്ഷയായിരുന്നു. കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, ഡോക്ടർ ഹുസൈൻ മടവൂർ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്ത്രീകളെ ശാക്തീകരിച്ചാൽ കുടുംബ ശാക്തീകരണത്തിന് തുല്യമാണെന്ന് വർഗീസ് ചക്കാലക്കലും, നവകേരള സദസ്സിൽ മദ്യത്തിനെതിരെയുള്ള പരാതി കേൾക്കാൻ ആരും ഇല്ലെന്നത് ശ്രദ്ധിച്ചതായി ഡോക്ടർ ഹുസൈൻ മടവൂരും പറഞ്ഞു. ഡോക്ടർ സിസ്റ്റർ ജസീന ജോസഫ്, ഡോക്ടർ ഷൈനി ജോർജ്, ഡോക്ടർ സുമ നാരായണൻ, ഡോക്ടർ കെ ആയിഷ സ്വപ്ന എന്നിവരെ ആദരിച്ചു. പ്രൊഫസർ കുസുമം ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് പ്രമേയം അവതരിപ്പിച്ചു. ചടങ്ങിൽ 30 വനിതകളെ ആദരിച്ചു. ഗൗരി പുതിയോത്ത്, സഫിയ അലി, ബീന പൂവത്തിൽ, സൗദ ഹസൻ, അഡ്വക്കേറ്റ് സുപ്രിയ, സക്കറിയാസ് തേക്കുംഘാട്ടിൽ, ഏട്ടൻ ശുഭപുരം, പ്രൊഫസർ ടി.എം. രവീന്ദ്രൻ, ഐസി മേരി, ടെസി സിബി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മില്ലറ്റ് കൃഷിരീതി മറ്റു പഞ്ചായത്തുകളിലേക്ക് കൂടി